അപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കുടുംബസംഗമത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കുറേ ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളത് അതിലും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എത്രയോ കുടുംബക്കാരെ കാണാൻ പറ്റി. പിന്നെ ഈ സ്റ്റേജിൽ അതേപോലെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി തന്ന് അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കാര്യമായി. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ, അതായത് മെഹബൂബ് കുഞ്ഞാണിയാക്ക എന്ന് പറയും, ഉപ്പ വളരെ ആഗ്രഹിച്ചിരുന്നു ഈ ഒരു കുടുംബസംഗമത്തിന് വരാൻ വേണ്ടിയിട്ട്. ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മമ്മാൻ്റെ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് തിരക്കിലായതുകൊണ്ട് വരാൻ പറ്റിയില്ല. നമ്മളെ വെല്ലിപ്പാൻ്റെ ഖബറിൽ ആ ഒരു ഖബറിൽ വിശാലത കിട്ടാനൊക്കെ ഈ ഒരു കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എനിക്ക് വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ നമുക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 3 കാര്യമാണ്. ഒന്ന്, നമ്മൾ നിരന്തരം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മൾ അസ്തഗ്ഫിറുല്ലാ നിരന്തരം അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ കുടുംബബന്ധം നല്ലോണം ചേർത്ത്, നമ്മളെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുക, നല്ലോണം ആ ഒരു കണക്ഷന് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കോളിംഗ് ആയാലും ഇപ്പം പല സൗകര്യങ്ങളുണ്ട്, വാട്സപ്പിലായാലും ഇടയ്ക്ക് കൂടുക, അങ്ങനെ ഈ ഒരു രക്തബന്ധം അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വതക്ക. നമ്മൾ സ്വതക്ക ചെയ്ത് ചാരിറ്റി, നമ്മൾ സ്വതക്ക ചെയ്തെന്ന് വിചാരിച്ച് നമ്മളെ പൈസ കുറയാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് നമ്മളെ ഐശ്വര്യം കൂട്ടിക്കൂട്ടി വരികയുള്ളൂ. ഏതായാലും അൽഹംദുലില്ലാ ഉപ്പാക്ക് നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാക്ക് ഇങ്ങനെ മുണ്ടമ്പ്ര സംഘം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മുണ്ടമ്പ്രക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയുണ്ടാവും. അപ്പോൾ ഉപ്പ 2 വാക്ക് നിങ്ങളോട് എല്ലാവരും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പാക്ക് കൊടുക്കണം. ഹലോ ഉപ്പ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വളരെ എന്റെ മകള് ആമിന ബിൻസി സംസാരിച്ച് കേട്ടല്ലോ. വളരെ സത്യസന്ധമായിട്ടാണ് അവൾ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. നമ്മളെ ഈ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അത്രക്കും ഞാൻ എൻ്റെ പാപ്പാന്റെ ഫാമിലി ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കമ്പനിയിലുള്ള മനാഫിന്റെ അമ്മയായിക്കോട്ടെ, ജാഫറിന്റെ അമ്മയായിക്കോട്ടെ, അൻവറിന്റെ അമ്മയായിക്കോട്ടെ, സർഫുവിന്റെ അമ്മയായിക്കോട്ടെ, 4 ഉമ്മാരെ കുറിച്ച് ഇന്നലെ എക്സിക്യൂട്ടീവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഓല് നമ്മളോട് അത്ര രീതിയിലാണ് ആ സ്നേഹത്തിലും സൗഹൃദത്തിലും കുടുംബബന്ധം സ്ഥാപിക്കാന് വേണ്ടി എന്നോട് കഴിഞ്ഞത്. അപ്പൊ ഈ ബന്ധങ്ങൾ നിങ്ങളെ ഈ തലമുറകളും കാത്തു സൂക്ഷിക്കണം. ആ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ ജാഫർ പറഞ്ഞ മാതിരി ന്യൂ ജനറേഷൻ മൊത്തം നിങ്ങളെ ഈ കുടുംബബന്ധത്തിലേക്ക് വരണം എന്നുള്ള ഇതാണ്. അതിന് ഞങ്ങളെ കമ്മിറ്റി ഭാരവാഹികൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇനിയും എല്ലാ വർഷവും ഈ കുടുംബസംഗമം നടക്കട്ടെ. ഞാൻ രാവിലെ മുതൽ ഇത് കാണലോടത്തിയാണ്, ലൈവില് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം അതിനായിട്ട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് ഈ രാവിലെ മുതൽച്ചേ നിങ്ങളെ ലൈവ് നിങ്ങൾ കാണേക്കാട്ടിനെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ വളരെ സന്തോഷം. ഇനിയും നമ്മളെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോട്ടെ. ഇത് വളരെ ഹൈറായി. അതുകൊണ്ട് എല്ലാവരും വസിയത്തോടു കൂടി ഈ കുടുംബ സ്നേഹബന്ധം നിങ്ങൾ നിലനിർത്തണം. തമ്മിൽ ന്യൂ ജനറേഷൻ തമ്മിൽ നമ്മൾ ഈ ബന്ധങ്ങൾ വേണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ജയ് മുണ്ടമ്പ്ര സംഭവം. ഓക്കെ. ഏതായാലും അൽഹംദുലില്ലാ. അപ്പം ഇതേപോലെ തന്നെ ഇനിയും നമുക്ക് കുറേ ഒരു കുടുംബസംഗമങ്ങൾ ഉണ്ടാക്കാനും ടൂറ് പോകാനും ഒന്നിച്ച് കൂടാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം അള്ളാഹു തരട്ടെ. നമ്മളിങ്ങനെ കുടുംബബന്ധം ചേർത്ത് ഇങ്ങനെ പുലർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ് കൂടുമെന്നുള്ളത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ ഉപ്പാൻ്റെ സൈഡിൽ നിന്ന് നമ്മളെല്ലാവരുടെ സൈഡിൽ നിന്നും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.